വാർത്തകൾ വിശദമായി. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ വിതരണത്തിനായി 1000 കോടി രൂപ വ്യാഴാഴ്ച ലഭ്യമാക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചതായി ധനമന്ത്രി തോമസ് ഐസക്. നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ശമ്പള വിതരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ RBI ബാങ്ക് പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിന് ശേഷമാണ് ധനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശമ്പളവും പെൻഷനുമായി വിതരണം ചെയ്യേണ്ട 2400 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിൽ 1200 കോടി ബാങ്ക് വഴിയും 1200 കോടി ട്രഷറി വഴിയുമാണ് വിതരണം ചെയ്യേണ്ടത്. എന്നാൽ ആകെ 1200 കോടി നൽകാമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചത്. 1000 കോടി വ്യാഴാഴ്ച രാവിലെ നൽകും. ഇതിൽ 500 കോടി ബാങ്കുകൾക്കും 500 കോടി ട്രഷറിക്കുമാണ്. ബാക്കി 200 കോടി 2 ദിവസത്തിനുള്ളിൽ എത്തിക്കുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ ആരുടെയും ശമ്പളം മുടങ്ങില്ലെന്നും അടുത്ത ദിവസം തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു. എന്നാൽ ശമ്പളത്തിൽ നിന്ന് 24,000 രൂപ മാത്രമേ ഒരാഴ്ച പിൻവലിക്കാൻ സാധിക്കൂ. അതുതന്നെ 2000-ന്റെയും 500-ന്റെയും നോട്ടുകളായിട്ടായിരിക്കും. ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 24,000-ൽ നിന്ന് കുറയ്ക്കണമെന്ന RBI വാദത്തെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ലെന്നും മന്ത്രി അറിയിച്ചു. ശമ്പളം നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് നിലവിൽ ഒരു പ്രതിസന്ധിയുമില്ല. എല്ലാവരുടെയും ശമ്പളവും പെൻഷനും അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്തിക്കും. ഇതിനായി വിവിധ ബാങ്കുകളിൽ നിന്നുള്ള പണം ട്രഷറികളിലേക്ക് മാറ്റുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉണ്ടാകൂ. ഇതിനാൽ ആരും പരിഭ്രാന്തരായി പണം പിൻവലിക്കാൻ പോകേണ്ട കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV.